ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇന്ത്യയിൽ ജനിച്ച് BCCIയുടെ സെലക്ഷൻ പൊളിറ്റിക്സിൽ പെട്ട് ഉഴറുന്ന സഞ്ജു സാംസൺ എന്ന ഈ ക്രിക്കറ്റ് ജീനിയസ് മറ്റൊരു പ്രമുഖ ക്രിക്കറ്റ് രാജ്യത്തിനു വേണ്ടിയാണ് കളിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയർ ഇന്ന് ഏത് നിലയിലെത്തുമായിരുന്നു? ലോകകപ്പ് ജയിപ്പിച്ചിട്ടും കിട്ടിയ അവസരങ്ങളിലൊക്കെ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകൾ പുറത്തെടുത്തിട്ടും ഇന്ത്യയിൽ സഞ്ജുവിന് ഇന്നും ഒരു ഫോർമാറ്റിലും സ്ഥിരസ്ഥാനമില്ല. എന്നാൽ സഞ്ജു ജന്മം കൊണ്ടൊരു ഓസ്ട്രേലിയക്കാരനോ ഇംഗ്ലണ്ടുകാരനോ ആയിരുന്നെങ്കിലോ? ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ് എന്നീ 4 ലോകോത്തര ക്രിക്കറ്റ് ശക്തികൾ സഞ്ജുവിന് നൽകുമായിരുന്ന ആ വൻ പദവി എന്തായിരുന്നു? വിദേശ പിച്ചുകളിൽ സഞ്ജു വാഴുമായിരുന്ന ആ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ആദ്യം നമുക്ക് ദക്ഷിണാഫ്രിക്കയുടെ കാര്യം പരിശോധിക്കാം. പീസിനെയും ബൗൺസിനെയും ഭയമില്ലാതെ നേരിടുന്ന, ബാക്ക്ഫുട്ടിൽ അനായാസം സിക്സറുകൾ പറത്തുന്ന സഞ്ജു സാംസൺ ഒരു ദക്ഷിണാഫ്രിക്കൻ കളിക്കാരനായിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ 3 ഫോർമാറ്റുകളിലും സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ ഒഴിച്ചുകൂടാനാവാത്ത സ്ഥിര സാന്നിധ്യമായി സഞ്ജു മാറുമായിരുന്നു. ഇന്നു മാത്രമല്ല, ക്രീസിലെ ആ സാമർഥ്യവും ഡ്രസ്സിംഗ് റൂമിലെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും വച്ച് ദക്ഷിണാഫ്രിക്കയുടെ നായകസ്ഥാനത്തേക്ക് വരെ സഞ്ജു പരിഗണിക്കപ്പെടാനുള്ള സാധ്യത 100%. ഇനി ന്യൂസിലൻഡിലേക്ക് വന്നാലോ? യുവതാരങ്ങളെ വിശ്വസിച്ച് അവർക്ക് ദീർഘകാല പിന്തുണ നൽകുന്ന സംസ്കാരമാണ് കിവികളുടേത്. സഞ്ജു സാംസൺ എന്ന ക്ലാസിക് ബാറ്റ്സ്മാൻ ന്യൂസിലൻഡിനു വേണ്ടിയാണ് കളിച്ചിരുന്നതെങ്കിൽ ടെസ്റ്റ്, ഏകദിനം, T20 എന്നീ 3 ഫോർമാറ്റുകളിലും കളിച്ച് അവരെ ലോകകപ്പ് ഫൈനലുകളിലേക്ക് നയിക്കുന്ന പ്രധാന തൂണായി സഞ്ജു മാറുമായിരുന്നു. കെയ്ൻ വില്യംസിന് ശേഷം ന്യൂസിലൻഡിനെ നയിക്കാൻ ക്യാപ്റ്റൻസി റേസിലും സഞ്ജു മുന്നിലുണ്ടാകുമായിരുന്നു. ഇനി ഓസ്ട്രേലിയയുടെ കാര്യമെടുത്താൽ കഥ തികച്ചും മാറും. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഭയമില്ലാതെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന, മത്സരങ്ങൾ ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ ശേഷിയുള്ള എക്സ് ഫാക്ടർ കളിക്കാരെയാണ്. ഗ്ലെൻ മാക്സ്വെല്ലിനെയും ട്രാവിസ് ഹെഡിനെയും ഒക്കെ ഓസീസ് നെഞ്ചിലേറ്റുന്നത് അതുകൊണ്ടാണ്. സഞ്ജു സാംസൺ ഒരു ഓസ്ട്രേലിയൻ താരമായിരുന്നെങ്കിൽ അവരുടെ ഏകദിന T20 ടീമുകളിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന സ്ഥിരാംഗമാകുമായിരുന്നു. ഓസ്ട്രേലിയയിലെ വലിയ ഗ്രൗണ്ടുകളിൽ പേസ് ബൗളർമാർക്കെതിരെ സഞ്ജു കളിക്കുന്ന ആ ഫിയർലെസ് ഷോട്ടുകൾ കണ്ട് കങ്കാരുപട സഞ്ജുവിനെ സ്വന്തം ഹീറോവായി വാഴ്ത്തുമായിരുന്നു. ഒരു ഫ്ലോപ്പ് ഇന്നിംഗ്സിന്റെ പേരിൽ സഞ്ജുവിനെ തള്ളാൻ അവിടെ മാനേജ്മെന്റ് തുനിയില്ലായിരുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ മുകളിൽ സഞ്ജു സാംസൺ എന്ന കളിക്കാരന് ഏറ്റവും യോജിച്ച മണ്ണ് ഇംഗ്ലണ്ടായിരുന്നു. ഇംഗ്ലണ്ട് ഇന്ന് പിന്തുടരുന്ന ബാസ്ബോൾ ശൈലിയുണ്ടല്ലോ, ആദ്യ പന്തു മുതൽ എതിരാളികളുടെ മേൽ ആക്രമണം അഴിച്ചുവിടുന്ന ആ ഭയരഹിത ക്രിക്കറ്റ്, അതിന് ഏറ്റവും അനുയോജ്യനായ താരം സഞ്ജു സാംസണാണ്. സഞ്ജു ഇംഗ്ലണ്ടിനു വേണ്ടിയാണ് കളിച്ചിരുന്നതെങ്കിൽ T20യിലും ഏകദിനത്തിലും മാത്രമല്ല, അവരുടെ ടെസ്റ്റ് ടീമിൽ പോലും ഒഴിവാക്കാനാവാത്ത റൺ മെഷീനായി സഞ്ജു മാറുമായിരുന്നു. സ്വന്തം കഴിവ് പ്രകടിപ്പിക്കാൻ ഇംഗ്ലണ്ട് ബോർഡ് സഞ്ജുവിന് നൽകുന്ന ആ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ സഞ്ജു ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വിനാശകാരിയായ ബാറ്റ്സ്മാനായി വാഴ്ത്തുമായിരുന്നു. എന്നാൽ സഞ്ജു ജനിച്ചത് ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ T20 ലോകകപ്പ് വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടും തനിക്ക് അവസരം ലഭിച്ചപ്പോഴൊക്കെ മാച്ച് വിന്നിംഗ് സെഞ്ചുറികളും ഇന്നിംഗ്സുകളും പുറത്തെടുത്തിട്ടും ഇന്ത്യയിൽ സഞ്ജുവിന്റെ അവസ്ഥ എന്താണ്? ഒരു ഫോർമാറ്റിൽ പോലും സഞ്ജുവിന് ഇതുവരെ ഒരു സ്ഥിരസ്ഥാനം ഉറപ്പിക്കാനായിട്ടില്ല. തുടർച്ചയായ അവഗണനകൾ, ഒരൊറ്റ മത്സരത്തിൽ പരാജയപ്പെട്ടാൽ അടുത്ത 10 പരമ്പരകളിൽ നിന്ന് പുറത്താക്കുന്ന വിവേചനം, വിദേശ രാജ്യങ്ങൾ കണ്ണടച്ച് ടീമിലെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വമ്പൻ ടാലന്റിനെയാണ് BCCIയുടെ സെലക്ഷൻ കമ്മിറ്റി ബെഞ്ചിലിരുത്തി വീർപ്പുമുട്ടുന്നത്. ഓരോ തവണയും കഴിവ് തെളിയിച്ചിട്ടും വീണ്ടും വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരുന്ന സഞ്ജുവിന്റെ ഈ വിധി ഏതൊരു മലയാളി ആരാധകന്റെയും ഹൃദയം തകർക്കുന്ന ഒന്നാണ്. കൂട്ടുകാരെ, സഞ്ജു സാംസൺ മറ്റൊരു രാജ്യത്തിനു വേണ്ടിയാണ് കളിച്ചിരുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സഞ്ജു ഏത് ടീമിന്റെ നായകനാകുമായിരുന്നു? BCCI സഞ്ജുവിനോട് കാണിക്കുന്ന ഈ അനീതി എന്ന് അവസാനിക്കും? നിങ്ങളുടെ രോഷവും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. സഞ്ജു സാംസൺ എന്ന നമ്മുടെ സ്വന്തം മലയാളി താരത്തോടൊപ്പം നിൽക്കുന്ന എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ക്രിക്കറ്റിലെ ഇതുപോലെയുള്ള മാസ വാർത്തകൾക്കും അപഗ്രഥനങ്ങൾക്കുമായി നമ്മുടെ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. നന്ദി.